ഹലോ ഗൈസ്, അനീഷിനെ പൊരിച്ച്, അനീഷ് ചതിയൻ, അനീഷിനെ തറ പറ്റിച്ച്, അനീഷിനെ തകർത്ത്, അനീഷ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞാൽ അണ്ണന്മാരൊക്കെ എവിടെടേ, മറ്റേ അണ്ണന്മാരൊക്കെ എവിടെടേ, ആരെയും കണ്ടില്ല. എന്തായാലും പ്രൊമോ കണ്ടിട്ട് കയറി ഇതാണ്ട് അനീഷിനെ അങ്ങ് തകർത്ത്, അനീഷിൻ്റെ കള്ളം പൊളിച്ചു, മറ്റേതാണ് മറിച്ചേതാണ്. ഇന്നാരെയാടെ കൊടുത്തത്? അണ്ണന്മാർ ഏറ്റെടുത്തിരിക്കുന്ന ആരുടെ PR വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന ആളിനെ തന്നെയാണ് ലാലേട്ടൻ ഇന്ന് പൊരിച്ചത് എന്ന് നമ്മൾ മനസ്സമാധാനത്തോടു കൂടി കണ്ടു. ഒരാളിനെ തകർക്കാൻ വേണ്ടി എന്തും പറയാന്നുള്ളൊരവസ്ഥയുണ്ടല്ലോ. അയാൾ നല്ലതാണോ ചിത്തയാണോ അയാൾ കള്ളം പറയുന്നത് എന്നുള്ളതൊന്നുമല്ല. അയാൾ കോമണറല്ല. പിന്നെ ഇന്ന് ലാലേട്ടൻ അത് പറയുന്നുണ്ട്, കോമണർ എന്ന് പറയുന്നത് അകത്ത് കയറിയാൽ കോമണറല്ല. ഇത് അകത്ത് കയറി കോമണർ ആവുന്നതും പുറത്തിറങ്ങി കോമണർ ആവുന്നതൊന്നും അല്ലല്ലോ പറഞ്ഞത്. കയറിപ്പോയപ്പോൾ അയാൾ കോമണർ എന്നുള്ള കാറ്റഗറിയിലാണ് അയാൾ കയറിപ്പോയത്. അതുപോലെ 5 സാധാരണക്കാരെ വീട്ടമ്മമാരെ ഉൾപ്പെടെയുള്ള 5 പേരെ കൊണ്ടുവന്നൂടായിരുന്നോ, അല്ലെങ്കിൽ കൊണ്ടുവരണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് അയാൾ പറഞ്ഞത്. അല്ല, അയാൾ ഇപ്പോൾ കോമണർ അല്ലെന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ. കോമണർ ആയിട്ടാണ് കയറിപ്പോയത്. അയാൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അയാൾ കോമണർ പരിവേഷവും കഴിഞ്ഞു പോയി. അത് ലാലേട്ടൻ എന്താ പറഞ്ഞാൽ, ലാലേട്ടൻ എന്തെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ചു. കാരണം വലിയ ഗസ്റ്റായിട്ടുള്ള നമ്മുടെ സാബു അണ്ണൻ പറഞ്ഞതല്ലേ, അതുകൊണ്ടൊന്ന് ചോദിച്ച് തൽക്കാലം ഒന്ന് ചെറുതായിട്ട് ചോദിച്ച് അങ്ങ് പറഞ്ഞു വിട്ടു, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അണ്ണന്മാർ, യൂട്യൂബർമാരായ അണ്ണന്മാരൊക്കെ ഇവിടെ കിടന്ന് എന്തൊക്കെ ആരെന്ന് എൻ്റെ പൊന്നേ ഇവിടെ കാണുന്നോ. ഇനി അടുത്ത മെഴുകലുമായിട്ട് വരും. അവൻ നുണ പറഞ്ഞു, 12 ദിവസം 10 ദിവസത്തേക്ക് വന്നതല്ല, അവന് 3 ദിവസം മുമ്പല്ല 10 ദിവസം മുമ്പേ, അവന് 12 ദിവസം മുമ്പേ അവന് കോള് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ മെഴുകാൻ ഇപ്പം കയറി വരും കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ പ്രൊമോ കണ്ടതിന് ശേഷം നമ്മൾ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. എന്താണ് പ്രൊമോ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ പ്രോമീസ്. അവർ ആൾക്കാരെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പലതും ചേർത്ത് പ്രൊമോയൊക്കെ ഇടും, ഫോട്ടോ ഇടും. അപ്പോൾ മുഖം എടുത്ത് വെച്ചിട്ട് പിന്നെ അനീഷിനെ നിർത്തിപ്പൊരിച്ചു, അനീഷിനെ തകർത്തു, അനീഷ് നുണ പറഞ്ഞു, അനീഷിൻ്റെ കള്ളം പൊളിച്ചു, ഇതാണ്. ഇപ്പം അനീഷിന് PR വർക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ അനീഷിന് PR വർക്കില്ല. PR വർക്ക് ഉണ്ടെങ്കിലല്ലേ അനീഷിന് പറയാൻ പറ്റൂടെ. PR വർക്ക് ഉണ്ടെങ്കിൽ ഒരു തെളിവിഞ്ഞ് കൊണ്ടുപോവാ. അയാൾ ബിഗ് ബോസിൻ്റെ ക്യാമറയിലല്ലേ പറഞ്ഞത്, എനിക്ക് PR വർക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ എൻ്റെ നാട്ടിൽ പോയിട്ടോ ആരെങ്കിലും വിട്ട് ടീമിനെ വിട്ട് അന്വേഷിച്ച് കണ്ടെത്തൂ എന്ന് അയാൾ ബിഗ് ബോസിൻ്റെ ക്യാമറയിലാണ് പറഞ്ഞത്, അല്ലാതെ വേറെ എവിടെയല്ല. ബിഗ് ബോസ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ അവിടെ കൊണ്ടുവന്നേനെ. അപ്പം ചുമ്മാതെ കള്ളത്തരം പറയുന്നതിന് ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ കുറേ അണ്ണന്മാർ മെഴുകാൻ വരുന്ന, ഇനി മെഴുകാൻ വരും, ഇപ്പോൾ ഉടനെ മെഴുകാൻ വരും. അതുപോലെ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ സത്യസന്ധമായിട്ട് കളിക്കുകയാണ്. അയാളൊരു ഗെയിമാണ്. അയാൾ ചിലപ്പോൾ ചിലപ്പോൾ അയാൾ മിസ്റ്റേക്കിൽ നുണ പറഞ്ഞിട്ടുണ്ടാവും, അയാൾ കള്ളം പറഞ്ഞിട്ടുണ്ടാവും. കള്ളമൊക്കെ പറയുന്നതൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ഗുരുതരമായിട്ടുള്ളൊരു മാനിപ്പുലേഷൻ നടത്തുന്നത് വളരെ മോശമാണ്. ഒരു ഗെയിമാണ്, അതിൽ ഗെയിം സ്ട്രാറ്റജി ഉണ്ടാവും, ചിലപ്പോൾ അയാൾ പലതരത്തിലുള്ള ഗെയിം പ്ലാൻസ് ഉണ്ടാവും. അതൊക്കെ അയാളുടെ കാര്യമാണ്. അയാൾ നന്നായിട്ട് കളിക്കാൻ, അതുകൊണ്ടല്ലേ അയാൾ 1ാം സ്ഥാനത്ത് വന്നേക്കുന്നത്. അയാളങ്ങ് തകർന്നടിയാൻ പോകുമെന്ന് പറഞ്ഞാൽ യൂട്യൂബർ ഇതോടുകൂടി, ഈ എപ്പിസോഡോടുകൂടി അയാൾ സത്യം പറഞ്ഞാൽ മുകളിലേക്ക് പല കമൻറ്റ്സും ഞാൻ കണ്ടു, എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഉണ്ട്. അയാൾ മുകളിലേക്ക് ഉയർന്നു, അത് കറക്റ്റ് തന്നെയാണ്, മുകളിലേക്ക് ഉയർന്നു. ഞാൻ പറഞ്ഞു ഈ എപ്പിസോഡ് കഴിയുമ്പോൾ അയാൾക്ക് PR വർക്കുണ്ട് എന്ന് ഏതെങ്കിലും ഒരു രേഖ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളെ വലിച്ചു കീറി ഒട്ടിക്കുമെന്ന് അനീഷേട്ടനെ. അയാൾ ഒരു PR വർക്കും ഇല്ല. അയാൾ പൂർവാധികം ശക്തിയോടെ ഇനി കളിക്കും. കാരണം അയാളോട് ചോദിച്ചിട്ടാണ് ലാലേട്ടൻ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. ലാലേട്ടൻ തന്നെ ഇപ്പം തന്നെ അനീഷിനോട് ചോദിച്ചു, പിന്നെ ഷാനവാസ് എന്താണ്, ഷാനവാസിനെ പുറത്താക്കണോ, അല്ലെങ്കിൽ ഷാനവാസ് ആരാണ് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നതെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ യാതൊരു തരത്തിലുള്ള ശങ്കയും ഇല്ലാതെ ഒരു ചെറിയ സംശയം പോലെ അയാൾ ഷാനവാസിൻ്റെ പേര് പറഞ്ഞു. നമ്മളൊരാളിനെ മനസ്സിലേക്ക് എടുത്താൽ, ഹൃദയത്തിലേക്ക് എടുത്താൽ അത് എടുത്തത് തന്നെയാണ്. ഇനി അയാൾ എത്ര തോന്നിവാസം കാണിച്ചാലും, നമ്മളെ എത്ര കുതികാല് വെട്ടിയാലും, നമ്മളെ എത്ര ബാക്ക് സ്റ്റാബ് ചെയ്താലും, നമ്മൾ അയാളെ നമ്മൾ ഹൃദയത്തിലേക്ക് എടുത്തു. അപ്പോൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥാനം അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അതാണ് നന്മയുള്ള മനുഷ്യർ. അല്ലാണ്ട് ഇവനൊക്കെ പറയുന്ന കണക്കില്ല, എന്താ പറയുന്നത്, കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തുമെന്നൊക്കെ പറയത്തില്ല. അതുപോലെയാണ് ഷാനവാസിൻ്റെയൊക്കെ സ്വഭാവം. ഷാനവാസിന് എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. അയാളെ ലാലേട്ടൻ ഇത്രമാത്രം മോശമായിട്ട് എത്ര ചീത്ത വിളിച്ചിട്ട് അപ്പോൾ എനിക്ക് വിഷമം തോന്നി, ഉള്ളത് പറയല്ല. സ്വാഭാവികമായിട്ട് നമുക്കൊരാളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അയാൾ ഒരു വളരെ നിസ്സഹായ അവസ്ഥയിൽ നിന്നപ്പോൾ എനിക്ക് വിഷമം തോന്നി, ഞാനതവിടെ പറയുകയും ചെയ്തു.
പക്ഷേ ഈ ചെയ്യുന്ന കയ്യിലിരിപ്പ് ശരിയല്ലല്ലോ. തിരിച്ച് ഷാനവാസിനോട് ചോദിക്കുകയാണ്, ഇതിൽ ആരെ നിർത്തണം? ചിലപ്പോൾ പെട്ടെന്ന് ഉള്ള ഇതിൽ പറഞ്ഞതായിരിക്കാം. ഷാനവാസ് അനീഷിനെ ഒഴിച്ച് അനീഷ് ഒഴിച്ച് ആരെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെ ഞാനങ്ങ് ചിന്തിക്കുന്നു. പോസിറ്റീവ് അനിമോളെന്ന് പറഞ്ഞു. അപ്പം തിരിച്ച് അനിമോൾ പറഞ്ഞ എന്തോ എനിക്ക് ഗെയിമാണ്. അനിമോൾ അനീഷിനെ പറയുന്നുണ്ടപ്പോൾ പറഞ്ഞു ഞാൻ പറയത്തില്ലെന്ന്. ഇല്ല എന്ന് പറഞ്ഞു. കാരണം പറയത്തില്ല. ഒരു ഗെയിമർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ. ഇന്ന് ഷാനവാസിനെ ലാലേട്ടൻ എന്തുമാത്രമാണ് നിർത്തിപ്പൊരിച്ചത്. ഇനിയെങ്കിലും മനസ്സിലാക്കി കളിക്കണം. അയാൾ ഈ ഒരു ഷാനവാസും അനീഷും തമ്മിലുള്ള കോംബോ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവർക്കും അറിയാം. ആ ഇഷ്ടം കണ്ടിന്യൂ ചെയ്യാൻ, ആ ഒരു കോംബോ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലാലേട്ടൻ അത്രയും അയാളെടുത്ത് പറഞ്ഞത്. പഴയ കാര്യങ്ങൾ നിങ്ങൾ കളയൂ, പഴയതുപോലെ നിങ്ങൾ കളിക്കൂ. ഒരു ഉമ്മയെ കൊണ്ടുവന്നില്ല. ഉമ്മ തന്നെ പറഞ്ഞ എന്താണ്, ഷാനവാസ് ഇപ്പോഴത്തെ കളി ശരിയല്ല, പഴയതുപോലെ കളിക്കൂ എന്നാണ് പറഞ്ഞത്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ഇവർക്ക് കളിക്കാം. അതുപോലെ തന്നെ ഇവിടെ ആങ്ങളെ പെങ്ങള് കളിക്കാനല്ല നിങ്ങൾ വന്നത് എന്ന് പറയണമെങ്കിൽ അത് ഒരു വാക്കുകൊണ്ടെങ്കിലും അത് നമ്മളെ സൂചിപ്പിക്കണമെങ്കിൽ അത് ശരിയായ ഒരു കളിയല്ല എന്ന് ഷാനവാസിൻ്റെ ഒരു ബോധ്യം വേണ്ടേ? ഷാനവാസ് അത് ചിന്തിക്കണം. ഇവിടെ പെങ്ങള് കളി കളിക്കാനോ ആങ്ങളെ കളിക്കാനോ അല്ല വന്നേ, കപ്പ് നേടാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഗെയിമേഴ്സാണ് ഇവർക്ക് പരസ്പരം ഒരു വെല്ലുവിളി, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെല്ലുവിളി ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാവണം. എങ്കിലേ ആ കളിയുടെ ഒരു ഇത് വരത്തുള്ളൂ, സ്പിരിറ്റ് വരത്തുള്ളൂ. അല്ലാണ്ട് പെങ്ങന്മാരാണ് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചത് തെറ്റിദ്ധാരണയാണ്. കാരണം ഈ ലെസ്ബിയൻ കപ്പിൾസിന് നാട്ടിലെങ്ങാണ്ട് ഭയങ്കര പ്രീതിയാണ് എന്നുള്ളൊരു തോന്നലാണ്. ആ തോന്നൽ എങ്ങനെ വന്നെന്ന് വെച്ചാൽ ലാലേട്ടൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ കയറ്റും ലക്ഷ്മി. പക്ഷേ അവരൊരു കാര്യം ചിന്തിച്ചാൽ മതി, എന്നിട്ടും ലക്ഷ്മി, പ്രവീണ്, ജീഷ്യൻ ഇവരെല്ലാം പോയിട്ടും ലക്ഷ്മി, ജിസേൽ, സ്ട്രോങ് ആയിട്ടുള്ള അഭിലാഷ് ഇവരെല്ലാം പോയിട്ടും ലക്ഷ്മി അവിടെ നിൽക്കണമെങ്കിൽ ഈ ലെസ്ബിയൻ കപ്പിൾസിനെ എതിർത്തത് കൊണ്ടുള്ള ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമാണെന്ന് ഒരിത്തിരിയെങ്കിലും വിവരം ഉണ്ടായിരുന്നു ഇവർക്ക് ചിന്തിക്കാമായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും ഹൗസിലുള്ള സകലമായ ആൾക്കാർക്കും ചിന്തിക്കാമായിരുന്നു, അനിമോൾക്കുൾപ്പെടെ. കാരണം ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് ലക്ഷ്മി അവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് ലക്ഷ്മി അവിടെ എന്ത് കളിയാണ് കളിക്കുന്നത്? ലക്ഷ്മിക്ക് അവിടെ എന്ത് ഗെയിമാണുള്ളത്? ലക്ഷ്മിക്ക് ഒരു ഗെയിമും ഇല്ല. ലക്ഷ്മി വെറുതെ അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലെസ്ബിയൻ കപ്പിൾസിനോടുള്ള ദേഷ്യമാണ് വോട്ടായിട്ട് ലക്ഷ്മിക്ക് പോണത്. അല്ലാതെ ലക്ഷ്മിക്ക് അവിടെ യാതൊരു തരത്തിലും ലക്ഷ്മിക്ക് അവിടെ നിൽക്കാനുള്ള ഒരു ഇതുമില്ല, ലക്ഷ്മിക്ക് കളിയുമില്ല, ഒന്നുമില്ല. ലക്ഷ്മി എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ലക്ഷ്മി എന്താണ്, ചിലപ്പോൾ അനീഷേട്ടനെ താങ്ങി നിൽക്കുമായിരിക്കാം. ജയിലിലൊക്കെ ഇപ്പോൾ താങ്ങിയതുപോലെ ചിലപ്പോൾ താങ്ങി നിൽക്കുമായിരിക്കും. പക്ഷേ അനീഷിനെ കറക്റ്റായിട്ട് അറിയാം. കാരണം എത്രമാത്രം താങ്ങിയാലും ഏതൊക്കെ പോയിന്റിൽ നിർത്തണമെന്ന് പുള്ളിക്കറിയാം. ഇപ്പോൾ പിന്നെ ഷാനവാസുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പുള്ളിക്കത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയത്തിലേക്ക് എടുത്തത് കൊണ്ട് നാട്ടിൻപുറത്തെ മനുഷ്യന്മാർ അങ്ങനെയാണ്. നാട്ടിൻപുറത്തെ മനുഷ്യന്മാർക്ക് ഒരുപാട് കള്ളങ്ങളൊന്നുമില്ല. അവരാരെങ്കിലും എടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം എൻ്റെ അച്ഛനൊരു നാട്ടിൻപുറത്തെ ഒരു തൃശ്ശൂർക്കാരനാണ്. അപ്പം അവരാ മനുഷ്യന്മാർ ഒരാളെ ഹൃദയത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. എൻ്റെ അച്ഛനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷാജഹാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു വളരെ യങ്ങായിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ അച്ഛനും കണ്ടുകൊണ്ട് 25 വയസ്സിന് ഇളയ ഒരാളാണ്. പക്ഷേ ഭയങ്കര കൂട്ടായിരുന്നു. ആ വ്യക്തി പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ മരിച്ചപ്പോഴൊക്കെ എൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്ന ആളാണ്. അത്രമാത്രം. കാരണം എൻ്റെ അച്ഛന് 5 ആൺമക്കളുണ്ട്. ആൺമക്കൾ ഉണ്ടായിട്ട് പോലും അച്ഛൻ ആ വ്യക്തി മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ബൈക്ക് ആക്സിഡൻറ്റിലാണ് മരിച്ചപ്പം പെട്ടെന്ന് സ്ട്രോക്ക് വന്ന ഒരാളാണ്. കാരണം അവരുടെ ഹൃദയത്തിലേക്ക് എടുത്തു. ആ ഹൃദയത്തിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ അവരില്ലാതെ വരുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം ഇല്ലയെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന, അതും അദ്ദേഹം മുസ്ലിമാണ്, എൻ്റെ അച്ഛനൊരു ബ്രാഹ്മണനാണ്. എന്നിട്ട് പോലും ആ പെട്ടെന്ന് സ്ട്രോക്ക് വന്നത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്. അത്രമാത്രമാണ് ആ ഒരു സ്നേഹം അവരുടെ. അപ്പം ഒരു മനുഷ്യൻ്റെ ഒരു ഇതിൽ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവരെ കളയാൻ പാടാണ്. അതാണ് ഇവിടെ എനിക്ക് അനീഷിൻ്റെ ആ ഒരു മനസ്സ് തോന്നി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത്. സത്യസന്ധമായിട്ട് കളിക്കുന്ന, അല്ലെങ്കിൽ ജെനുവിനായിട്ട് കളിക്കുന്ന, ആരെയും കുറ്റം പറഞ്ഞാൽ പരദൂഷണം പറയാത്ത, ഒരു മോശം വാക്ക് പോലും ആരെയും യൂസ് ചെയ്യാത്ത, ഒരൊറ്റ മോശം വാക്ക് പോലും ഒരാളോട് പോലും യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എത്ര പ്രകോപിതനായാലും എത്ര ദേഷ്യം വന്നാലും ഒരാളിനെയും പേരല്ലാതെ എടി പോടി എന്നൊരു വാക്ക് വിളിച്ചിട്ടില്ല, എടാ പോടാ എന്നൊരു വാക്ക് വിളിച്ചിട്ടില്ല. അവരുടെ പേര് മാത്രമാണ് അനീഷ് ഉച്ചരിക്കുന്നത്. ഇതൊക്കെ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റീസാണ്. നമ്മളൊരാളിനെ കുറ്റം പറയുമ്പോൾ അയാൾ കളിക്കുന്നോ, അയാൾ
കളിക്കുന്നത്, കള്ളത്തരമാണ്, അയാൾ സ്ട്രാറ്റജിയാണ് കളിക്കുന്നത്. അതെന്തോ കളിച്ചോട്ടെ, അത് ഗെയിമല്ലേ, കളിക്കാനല്ലേ ചെന്നത്, അല്ലാണ്ട് തമാശയ്ക്കാണോ ചെന്നത്, അയാൾ എന്തോ കളിച്ചോട്ടെ. പക്ഷേ അയാളുടെ ബിഹേവിയർ, അയാൾ ഒരാളിനെ പോലും പിന്നെ ഈ ഒരു ചീത്ത പറയുകയോ അവരെ മോശമായിട്ടുള്ള അധിക്ഷേപിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അതുപോലെ തന്നെ ഒരാൾക്കാർ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അയാളോട് പറയാം. കാരണം അയാളത് വേറൊരാളോട് പോയി പറയില്ല. അതൊക്കെ അയാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റികളിൽ ഒന്നാണ്. ഷാനവാസിൻ്റെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇങ്ങനെ ഒരു സൗഹൃദം കിട്ടിയത് ഷാനവാസിൻ്റെ ഭാഗ്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഷാനവാസ് എന്ന് പറഞ്ഞൊരു മാനിപ്പുലേറ്ററാണ്. നമ്മൾ ആദ്യം മുതലേ തന്നെ കാണുന്നതാണ്. പിന്നെ അനുമോളുടെ കാര്യം തൊട്ടാണ് മാനിപ്പുലേഷൻ തുടങ്ങിയത്. എന്ത് കാര്യവും വളച്ചൊടിച്ചാണ് പിന്നെ ഷാനവാസ് അങ്ങനെ അങ്ങ് ആക്കി തീർക്കും. പിന്നെ പഴയ കാര്യങ്ങൾ ഇങ്ങോട്ട് ആദ്യത്തെ വീക്കിലെ ഈ ഒരു കിടക്കുന്ന ടാസ്ക് ഉണ്ടല്ലോ, എന്ത് പറഞ്ഞു, പൊക്കിയെടുത്തുകൊണ്ട് കട്ടിലിൽ കൊണ്ടുപോകുന്ന ടാസ്ക് ഉണ്ടല്ലോ, ആ ടാസ്കിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടാസ്ക്, നമ്മുടെ സീക്രട്ട് ടാസ്ക് കൊളവാക്കിനെ കുറിച്ച് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ഈ ടാസ്ക് കൊളവാക്കിയത് ഷാനവാസാണ്. കാരണം ഷാനവാസ് പറയുന്നത് എനിക്ക് ടാസ്കിനെ കുറിച്ചൊന്നും അറിയില്ല, ഞാനൊരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല, ബിഗ് ബോസിൻ്റെ ഞാൻ ചെറിയ ക്ലിപ്സ്, ഞാൻ റീൽസൊക്കെയാണ് കണ്ടിട്ടുള്ളതെന്ന്. ഒരു ടാസ്ക് പിന്നെ എന്തിനാണ് അവിടെ ഡൈനിങ് റൂമിൽ ഇരുന്നിട്ട്, ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്നിട്ട് ആരിന് പിന്നെ സൂപ്പർ പവർ വല്ലതും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടാസ്ക് കൊളവാക്കിയെന്ന് പറയുന്നത് എന്തിനാണ്? അപ്പോൾ ഇരട്ടത്താപ്പാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഷാനവാസിന് ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പ് ന്യായമാണ് ഇന്ന് തുറന്നു കാട്ടിയത്. ഇവിടെ ഷാനവാസ് ഫുള്ളി എക്സ്പോസ്ഡ് ആയി. എന്തോ ഒരു മോശമാണ്. ഒരു ലാലേട്ടൻ എന്തുമാത്രം ദേഷ്യപ്പെട്ടു. എനിക്കാണെങ്കിൽ ആ ദേഷ്യപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഇത്ര തെറ്റ് ചെയ്തിട്ട് പോലെ എനിക്ക് ഭയങ്കര വിഷമം വന്നു. അയ്യോ, ഷാനവാസിന് ഭയങ്കരമായിട്ട്, അയാൾ ഒരു രോഗിയും കൂടി ആയതുകൊണ്ട് നമുക്ക് അയാളുടെ മുഖം കാണുമ്പോൾ ഭയങ്കര സങ്കടം. അപ്പോൾ പക്ഷേ അയാൾ ചെയ്യുന്ന എല്ലാം അതുപോലുള്ള കാര്യങ്ങളാണ്. എന്നിട്ടും അനീഷിനോട് ഓരോ കാര്യങ്ങൾ അനീഷിനോട് ചോദിക്കുകയാണ്. സത്യസന്ധമായ കാര്യങ്ങൾ ലാലേട്ടന് അറിയാം, അനീഷിനോട് ചോദിച്ചെങ്കിൽ അത് വ്യക്തമാവത്തോളെന്ന്. അതിപ്പോഴും ഹൗസ് മേറ്റ്സിന് മനസ്സിലാവുന്നില്ലല്ലോ. അനീഷിനോടാണ് ലാലേട്ടൻ എല്ലാ എപ്പിസോഡിലും അനീഷ് അത് അങ്ങനെയാണോ, അനീഷ് ഇത് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത് മുഴുവൻ ലാലേട്ടൻ കേൾക്കുവാണ്. ഇന്ന് തന്നെ ലാലേട്ടൻ അനീഷിനോട് ചോദിച്ചപ്പോൾ അതിനെ ഇൻറപ്റ്റ് ചെയ്തുകൊണ്ട് ഷാനവാസ് സംസാരിച്ചതിന് ലാലേട്ടൻ എന്തുമാത്രം ദേഷ്യപ്പെട്ടെന്നറിയാം. എന്നാൽ താൻ പറ, നിങ്ങൾ പറയൂ, ഞാൻ എഴുന്നേറ്റ് പോവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കൂ, നിങ്ങൾ എന്താണ് അനീഷിനോട് സംസാരിക്കാൻ സമ്മതിക്കാത്തത്? ഇത് തന്നെയല്ലേ കഴിഞ്ഞ വീക്കുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ അനീഷ് എന്ത് സംസാരിക്കാൻ വന്നാലും അവിടെ ഷാനവാസ് സമ്മതിക്കൂല. ഒരു ക്യാമറയിൽ വന്ന് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴും സമ്മതിക്കൂല. എന്താണ് പിന്നെ 2 ഏക്കർ നിലം അങ്ങാണ്ട് വിറ്റ് PR-ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കാനായിട്ട് എനിക്ക് അങ്ങനെ വിഷമം തോന്നുന്നു, അങ്ങനെ ഞാൻ കൊടുത്തിട്ടില്ല, നിങ്ങൾ എൻ്റെ നാട്ടിൽ വന്നോ, എന്നെക്കുറിച്ചോ നിങ്ങൾ ഒരു BB ടീം പോയി അന്വേഷിക്കൂ എന്ന് ക്യാമറയിൽ വന്ന് എൻ്റെ വിഷമം പറയാനും ഷാനവാസ് സമ്മതിക്കൂല. ഇവൻ സ്ട്രാറ്റജിയാണ്, ഇവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി നോക്കെ, ഒരു നിമിഷം ചിന്തിച്ചാൽ പോരെ. എല്ലാ എപ്പിസോഡിലും പിന്നെ ലാലേട്ടൻ വന്ന് അനീഷിനോടാണ് ചോദിക്കുന്നത്. സത്യസന്ധമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അനീഷിനോടാണ് ചോദിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ മെഴുകാൻ വരെ കുറേ ആൾക്കാർ വരും. 10 ദിവസത്തിന് മുമ്പേ വിളിച്ചിട്ട് 3 ദിവസം എന്ന് പറഞ്ഞപ്പോൾ അവൻ കള്ളനല്ലേ, അവൻ നുണയനല്ലേ എന്ന് പറയുന്ന മെഴുകാൻ വരുന്ന വിവരദോഷികളോട് ഞാൻ പറയുവാണ്, അയാൾ അത് പറഞ്ഞെങ്കിൽ അത് ആർക്കും ദോഷം ചെയ്യുന്ന ഒരു കള്ള അല്ലല്ലോ. അത് എല്ലാ മനുഷ്യനും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറയും. അയാളിപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുവാണോ? 10 ദിവസമാണോ 3 ദിവസം മുമ്പാണ് അയാൾക്ക് ഫൈനൽ കോള് വന്നത്, വരാൻ പറഞ്ഞു. അതിനു മുമ്പ് 10 ദിവസം മുമ്പേ വിളിച്ച് എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം 3 ദിവസം മുമ്പാണ് ഫൈനൽ കോള് വന്നത്. അതാണ് അയാൾ പറഞ്ഞത്. ഇനിയിപ്പോൾ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് അയാൾ അതങ്ങ് സമ്മതിച്ചു. പിന്നെ ഹൗസ് മേറ്റ്സ് എല്ലാം ചോദിക്കുന്നുണ്ട്, നൂറ ഇത് ചോദിക്കുന്നുണ്ട്, നിങ്ങളത് നുണയല്ലേ പറഞ്ഞത്? ലക്ഷ്മി ചോദിക്കുന്നത്, ആ നുണയാണ് പറഞ്ഞത്, തീർന്നവിടെ കഴിഞ്ഞു. അല്ലെങ്കിൽ വീണ്ടും അത് തന്നെ കുത്തിച്ചിറകി വരും. എന്തായാലും എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇനി അതിൻ്റെ പേരിൽ ബാക്കി ചെയ്തതൊന്നുമില്ല. പിന്നെ ലാലേട്ടൻ ആരിനും ഷാനവാസും തമ്മിലുള്ള പ്രശ്നം ചോദിക്കുന്നുണ്ട്, ആരിനെ അടിച്ച കാര്യം ചോദിക്കുന്നുണ്ട്, അന്ന് വഴക്ക് നടന്ന കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം അത് ഷാനവാസ് അനീഷല്ലേ പിടിച്ചു മാറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത് അനീഷൊന്നും അവിടെ ഇല്ലായിരുന്നെന്ന്. അനീഷ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അനീഷ് ഉണ്ടായത് കൊണ്ടാണ് അന്ന് ഷാനവാസ് ആരിനുമായിട്ട് അടി നടന്ന് ഷാനവാസ് പുറത്തു പോകാഞ്ഞതിൻ്റെ കാരണം തന്നെ അനീഷാണ്. അല്ലെങ്കിൽ ഷാനവാസ് ഇപ്പോൾ വീട്ടിലിരിക്കാമായിരുന്നു. അത് കഴിഞ്ഞ് ആദിലെ അടിച്ചു. ആദിലേക്ക് വേറെ ആരെങ്കിലും അടിച്ചായിരുന്നെങ്കിൽ ആദിലേക്ക് പ്രശ്നം ഉണ്ടായേനെ. പക്ഷേ ഷാനവാസ് ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും ആയിരുന്നെ കാണാമായിരുന്നു. അതും ലാലേട്ടൻ എടുത്തു ചോദിച്ചു. അത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്താണ് അവിടെ നിങ്ങൾ സീൻ ഉണ്ടാക്കത്തില്ലായിരുന്നു? പിന്നെ എന്താണ് ഇവിടെ എന്താണ് സീൻ? നിങ്ങൾ ഗെയിമല്ലേ കളിക്കാൻ വന്നേ? അല്ലെ നിങ്ങൾ ബന്ധം എന്തെങ്കിലും സ്ഥാപിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ആങ്ങളെ പെങ്ങളെ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് വന്നത്? നിങ്ങൾ ആങ്ങളെ പെങ്ങളെ ഗെയിമാണോ കളിക്കുന്നത് ഇവിടെ? അല്ലെങ്കിൽ ആങ്ങളെ പെങ്ങളെ ഗെയിമാണോ? അത്
ആങ്ങളെ പെങ്ങളുടെ ബന്ധമാണോ ഇവിടെ? അത് വെച്ചിട്ടാണോ നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യം വന്ന എന്താണ്? ഇവർ ആങ്ങളെ പെങ്ങൾ കളിക്കുന്നത് ബിഗ് ബോസിന് പോലും ഇഷ്ടപ്പെടുന്നില്ല, ഇവിടെ പ്രേക്ഷകർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. എന്നിട്ട് ഒന്നും മനസ്സിലാകാതെ അനീഷ് ഏതാണ്ട് വലിയ തെറ്റ് ചെയ്തു, അനീഷ് ഏതാണ്ട് മോശക്കാരൻ, അനീഷിന് PR ഉണ്ട്. ഇവിടെ ആദ്യം PR ഉള്ളവരെ വെപ്പിടി, പിന്നെ ഇനിയിപ്പം അനുമോൾക്ക് PR ഉണ്ട്, അനുമോൾക്ക് PR ഉണ്ടെന്ന് അനുമോൾ സമ്മതിച്ചല്ലോ. ഇപ്പോൾ PR എന്ന് പറയുന്നത് അവർ ഓരോരുത്തർക്കും ഓരോരു ഇഷ്ടമുള്ളവർക്ക് പൈസ ഉള്ളവർ PR-ന് കൊടുക്കും, PR-ന് പൈസ ഇല്ലാത്തവർ PR-ന് കൊടുക്കത്തില്ല. ഇതിനെക്കുറിച്ച് അറിയേണ്ട. ഞാൻ പോയിട്ട് ഒരാഴ്ച പോയി നിന്നിട്ട് വരാം, ഞാൻ ബിഗ് ബോസ് ഫെയിം ആവുമല്ലോ, ഒരാഴ്ചയായാലും ഒരു ദിവസമായാലും ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഫെയിമാണ്. അങ്ങനെ വിചാരിച്ച് പോകുന്നത് ഞാൻ എന്തിനാണ് കാശും കൊടുത്ത് ബിഗ് ബോസിൽ പോകേണ്ട കാര്യമില്ല, കപ്പ് വാങ്ങിച്ചേ പറ്റൂ, ഞാനൊരു സെലിബ്രിറ്റിയാണ്, എനിക്ക് കപ്പും കൊണ്ടേ വരാൻ പറ്റൂ എന്ന് പറഞ്ഞ് വിചാരിക്കുന്നവർ ചിലപ്പം കടവും ഇല്ലാത്തവർ കടം വാങ്ങിച്ച് കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ഉള്ളവർ കൊണ്ടുവന്ന് കൊടുക്കുമായിരിക്കും. എന്തിനാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഈ കപ്പൊക്കെ കിട്ടുമ്പം എങ്ങനെയായാലും 50 ലക്ഷം രൂപ അതിൽ നിന്ന് കിട്ടും, പിന്നെ ഈ നിൽക്കുന്ന എല്ലാം കൂടി 10, 70, 1 കോടി രൂപയോളം അത് കിട്ടുവാണ്ട് 1.5 കോടി രൂപയോളം കൈ വരുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 10, 25 ലക്ഷം രൂപ കൊടുത്തിട്ടായിരിക്കും PR ചെയ്യുന്നത് എനിക്ക് തോന്നും. അപ്പോൾ എന്ത് തന്നെയായാലും ലാലേട്ടൻ ഇന്ന് എന്താ പറയണേ, ഈ ഷാനവാസിനെ ഫുൾ എക്സ്പോസ് ചെയ്ത് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു. അതുപോലെ തന്നെ ഷാനവാസ് ഫുള്ള് ഫേക്കാണെന്ന് തെളിഞ്ഞു. അതുപോലെ തന്നെ ആദില നൂറയായിട്ടുള്ള കൂട്ടുകെട്ട് ശരിയല്ല എന്ന് തെളിഞ്ഞു. കാരണം അവരുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഷാനവാസിന് ഇമോഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഉമ്മ പറയാതെ പറഞ്ഞു, ഒരു ഉമ്മയെ വിളിച്ചുകൊണ്ട് വന്നില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടാം. എന്തായാലും അനീഷിനെ തകർക്കാൻ വന്ന ആൾക്കാർ അണ്ണന്മാരൊക്കെ എവിടെ പോയെന്നൊന്ന് എനിക്കറിയണം. ആരുടെയെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അതിനൊരു റിപ്ലൈ വീഡിയോയുമായിട്ട് വരാം ഗൈസ്. ഓക്കെ, ബായ്.